അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കുറേ പേര് പറയുന്നുണ്ട് ഞാനെന്തോ ഫ്രോഡാണ്. ഇപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് കാണിക്കാം. കുറേ പേര് ഇന്നപോലെ കമൻറ്റ് ചെയ്യുകയും അതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഫേസ്ബുക്കിൽ അങ്ങനെ നമ്മളൊന്നും നോക്കാറില്ല, കമന്റ്സ് ഒന്നും വലുതായിട്ട് നോക്കാറില്ല. ഞാൻ എന്തെങ്കിലും അഥവാ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമന്റ് യദു ജ്യോതി ഇവർ ഒരു ചിരി ഇരുച്ചിരി ബമ്പർ ചിരി ഷോയിൽ പങ്കെടുത്തതോടുകൂടി നല്ല ഫേമസ് ആയ വ്യക്തികളാണ്. ഇവർ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ഇവരെ വീഡിയോന്റെ താഴെ കുറച്ച് പേര് കമന്റ് ഇട്ടത്രേ, നീ ഫ്രോഡാണോ, നിന്റെ കാല് വെറുതെ അഭിനയമാണോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വ്യൂസും റീച്ചലും കിട്ടാനുള്ള അഭിനയമാണോ എന്നെല്ലാം ചോദിച്ചിട്ട് കുറച്ച് കമന്റ്സ് ഇട്ട്. അപ്പൊ അതിന്റെ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് അവർ ഇന്നലെ വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഫേസ്ബുക്ക് നമ്മളങ്ങനെ അധികം അങ്ങനെ ചെക്ക് ചെയ്യാറോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഈയിടെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഇന്നലെ കാണുന്നത്, ഇയാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇയാൾക്ക് എങ്ങനെ ഒരു ഇരിക്കാൻ ഫോട്ടോ പറ്റും. ആണ് നമ്മുടെ ഇവിടെ ഗെയിം ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത് വീഡിയോ. അപ്പം അതിനകത്ത് ഗെയിം ചലഞ്ചിനകത്ത് ഇവൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാൻ ഈ ചമ്പരം പണഞ്ഞിരിക്കാന്നല്ലേ പറയുന്നത്. ചമ്പരം പണഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു കൈ കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തേ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അല്ലാണ്ട് എനിക്ക് ചുമ്മാ കൈ വിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത് വീഡിയോ കാണുമ്പോൾ ത്രൂ ഔട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതിനെ നെഞ്ചിന് താഴോട്ടായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട്. എന്തിനാണ് അവർക്ക് അഭിനയിക്കേണ്ട ആവശ്യം? എന്തിനാണ് അവൻ ഫ്രോഡാകേണ്ട ആവശ്യം? അതെല്ലാം എൻ്റെ ചോദ്യം. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്, വളരെ അവരെ മറ്റുള്ളവർ ഇവരെ ചോര കുടിക്കലാണ്. ഈ ഇതുപോലത്തെ കമന്റ്സ് ഇട്ട് തരം താഴലാണ്. തീരെ നിൽക്കാനും ഒരു ഇതിനും കഴിയാത്ത ഒരാളെ വീടിന്റെ താഴെ വന്നിട്ട് ഇതുപോലൊരു കമന്റ് ഇടുക, നീ വെറുതെ അഭിനയിക്കലാണ്, നിനക്ക് കാലിന് കുഴപ്പമില്ല, നീ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്? ഇതുപോലെ ഒരു മനുഷ്യനെ കയ്യാണ്ടിരിക്കുന്ന സമയത്ത് നടക്കാനും ഒരു സഹായം ഒരു ഇതും പോലെ ഒരു ജോലി വരെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് യദുവിൻ്റെത്. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് ഇങ്ങനത്തെ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നുന്നു, അവർക്ക് എത്ര സങ്കടം ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സ് ഇടുമ്പോൾ അവരെ തളരില്ല. ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നതോടുകൂടി അവർക്ക് ഊർജം വരികയാണ് ചെയ്യൽ. പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, നിങ്ങൾ അതൊന്നും മൈൻഡാക്കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, സുജിത് ഭക്തൻ്റെയും അദ്ദേഹത്തിന്റെ വൈഫായ ശ്വേത ഭക്തൻ്റെയും ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിലും ഇതുപോലെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി നിരന്തരമായി അവരെ ഇമെയിൽ അയച്ച് ശല്യപ്പെടുത്തും. ഇപ്പൊ അയാളെ പിടികൂടി, അയാൾക്ക് വേണ്ടുന്നതെല്ലാം ഇപ്പോ സുജിത് ഭക്തൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ അതുപോലത്തെ സംഭവമാണ് ഇപ്പോൾ യദുവിൻ്റെയും ചോദിക്കേണ്ടത്. ഇവർ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്, തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. ഡോക്ടർ തന്നതിൻ്റെ കടലാസും പിന്നെ സ്കാൻ ചെയ്തതിൻ്റെ ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്, മൊത്തത്തിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത്രയല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് വേറെ എന്താണ് ചെയ്തു തരേണ്ടത്? വെറും ചെന്നായ്ക്കൾ എന്ന് പറയാൻ വേണ്ടി കുറേ എണ്ണുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനത്തെ കുറേ എണ്ണുണ്ട് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? അവരെ സങ്കടങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. അതിലേ കൂടി കടന്നു പോവുകയാണ് ഓരോ റീൽസ് ഇട്ടിട്ടും അതിന്റെ സന്തോഷങ്ങൾ അവരായിട്ട് കണ്ടെത്തുകയാണ്. ജ്യോതി പറയുന്നുണ്ട്, ഓരോ ദിവസവും എങ്ങനെയെങ്കിലും പണ്ടത്തെ പോലെ ആയി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ വിഷമങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവരെ പോയിട്ട് ഇത്രയും വിഷമത്തിൽ നിൽക്കുന്ന അവരെ പോയിട്ട് ഈ അടിയിൽ കമന്റ്, നീ ഫ്രോഡാണ്, നിന്റെ കാലുകൾ വെറുതെ ഇങ്ങനെ കളിക്കുന്നതാണ്, അഭിനയിക്കുന്നതാണ് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾ വെറും എന്താ ആൾക്കാരാണ്? ചെന്നായിക്കളോ? മറ്റുള്ളവരെ ചോര കുടിക്കുന്ന ചെന്നായിക്കളോ? ടോയ്ലറ്റിൽ പോകാൻ കഴിയില്ല, അതിന് പകരം പൈപ്പ് ഇടുകയാണ് ചെയ്യുന്നത്. പൈപ്പിൽ കൂടിയാണ് യൂറിൻ ചെയ്യുന്നത്. അങ്ങനത്തെ ആളോട് പോയി ഇത്രയും വേദന സഹിച്ചിട്ട് ഓരോ ദിവസവും കടന്നു പോകുകയാണ് യദുവും ജ്യോതിയും. അവരോട് പോയിട്ട് നീ ഫ്രോഡാണോ, നിന്റെ കാല് വെറുതെ നീ അഭിനയിക്കുന്നതാണോ എന്നെല്ലാം പറയുന്നത് നിങ്ങൾക്കല്ല എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്കൊരു മനസാക്ഷിയില്ല? നിങ്ങൾ വെറും ചെന്നായ്ക്കളാണോ? പറയുന്ന ആൾക്കാർ കുറേ എണ്ണം കുറച്ചുകൊണ്ട് നിൽക്കും, ഒരു കുഴപ്പമില്ല. അവർ കുറച്ച് അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അതിൽ സുഖം കണ്ടെത്തുന്ന കുറേ ജന്തുക്കളുണ്ട്. അതൊന്നും പ്രശ്നമല്ല, അതൊന്നും വിഷയമല്ല. കുറേ എണ്ണുണ്ട് ഇതുപോലത്തെ കമന്റ്സ് ഇടുന്നത്. അവരെ ഇങ്ങനെ കമന്റ്സ് ഇട്ടിട്ട് ഇവർ കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ പിന്നെ വേറെ വീഡിയോ ചെയ്യൂല എന്നുള്ളൊരു രീതിയാണ് ഇവർക്കുള്ളത്. പക്ഷെ അത് തെറ്റാണ്, ഈ ധാരണ തെറ്റാണ്. നിങ്ങൾ എത്ര കമന്റ്സ് ഇട്ടാലും തളരില്ല. എന്തിനാ തളരേണ്ട ആവശ്യം? നിങ്ങൾ അവിടുന്ന് കുറച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒന്നും ചെയ്യില്ല, വെറുതെ കുറക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യദു, ജ്യോതി, എനിക്കൊന്ന് പറയാനുള്ളൂ, നിങ്ങൾ വിഷമിക്കരുത്. പറയുന്ന ആൾക്കാർ പലതും പറയും,
നമ്മളെ അവസ്ഥ നമുക്കല്ലേ മനസ്സിലാവും, നമ്മളെ വേദനകൾ നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്ക് അതറിയില്ലല്ലോ. അതിൻ്റെ കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് റീൽസും എല്ലാം ചെയ്യുന്നത്. യദു പറയുന്നുണ്ട്, ഞാനൊരു വീട്ടിൽ നിൽക്കുന്ന ആളല്ല, ഞാൻ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പം എനിക്ക് വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതോടൊപ്പം പൊരുത്തപ്പെട്ട് പോവുകയാണ് ഓരോ ദിവസവും. ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇത്രയും കളിയും ചിരിയും നിറഞ്ഞ സന്തോഷത്തിൽ നിൽക്കുന്ന അവരോട് ചോദിക്കുന്നതാണോ ഇല്ലേടോ നിങ്ങൾക്കൊക്കെ? ചെന്നായിക്കൾ ചെന്തുക്കൾ പറയണമെന്നുള്ളത്. ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഒരു മനുഷ്യനെയും ഇതുപോലെ നിങ്ങൾ വേദനിപ്പിക്കരുത്. കമൻസ് ഇതുപോലത്തെ വൃത്തികെട്ട കമൻസ് ഇട്ടിട്ട് ഷോ കളിക്കുകയാണ്, ഫ്രോഡാണ്, എങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്കെല്ലാം പറയുമ്പോൾ? സമൂഹത്തിൽ ഇങ്ങനത്തെയും കുറേ ജന്തുക്കളുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ പുച്ഛം തീർന്നു, പുച്ഛം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.